A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoil, Valamthood, Malappuram. Rockwell Mountain Retreat, Kakkadampoil, Nayadampoil. Sri Vivekananda Padana Kendram, Palemad, Edakara. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏഡൻ ഗാർഡൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP. നിലമ്പൂരിൽ A+ വിഷനുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടിയായിരിക്കും വോട്ട് തേടുക. PV അൻവറിന്റെ തീരുമാനപ്രകാരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട ഗതികേടിലാണ് UDF. നിലമ്പൂർ ബൈപ്പാസ്, ആ ബൈപ്പാസിനും കൂടി ഫണ്ട് അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ എല്ലാ വികസനങ്ങളും, നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വികസനങ്ങളും യാഥാർത്ഥ്യമാക്കിയ ഒരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയാണെങ്കിലും നിലമ്പൂരിലെ സർക്കാർ സ്കൂളുകളാണെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും വികസനത്തിൻ്റെ സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളുടെ ഒരു 10 വർഷമാണ് 9 വർഷമാണ് കടന്നുപോയത്. ആ നേട്ടങ്ങൾക്കുള്ളൊരു അംഗീകാരം തീർച്ചയായും വോട്ടായി നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ പാപ്പരത്തമാണ് കാണിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തിയില്ല, രാഹുൽ ഗാന്ധി സംസാരിച്ചതുമില്ല. അതോടൊപ്പം രാഷ്ട്രീയമായ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. BJP ഗവൺമെൻറ് രാജ്യത്താകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വഖഫ് വിഷയം. വഖഫ് ഭേദഗതിയാണ് ഏറ്റവും അവസാനത്തെ പാർലമെൻറ്റ് സെഷനിൽ BJP കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യനിയമം. സുപ്രീം കോടതി പോലും അതിൻ്റെ വരാന്തയിൽ എത്തുന്നതിന് മുമ്പ് ആ ബില്ല് സ്റ്റേ ചെയ്യുന്ന, ആ നിയമം സ്റ്റേ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു. വളരെ ഗൗരവമായ ചില നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തി. എന്നാൽ ഞങ്ങൾ ചോദിക്കുന്നത്, ഈ വയനാടിനൊരു MP ഉണ്ട്, ഈ നിലമ്പൂരിലെ വോട്ടർമാരുടെ വമ്പിച്ച ഭൂരിപക്ഷം വാങ്ങി തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന കോൺഗ്രസിൻ്റെ നെഹ്റു കുടുംബമുണ്ട്. എന്താണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്? വഖഫ് വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചില്ലല്ലോ. പാർലമെന്റ് ദിവസം ഉണ്ടായിട്ടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വഖഫ് വിഷയം. കോൺഗ്രസിന് നിലപാടില്ല എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസിൻ്റെ ബാക്കി MP സംസാരിച്ചു. അവിടെ കോൺഗ്രസിൻ്റെ അല്ല, BJPയുടെ മുന്നണിയിൽ നിൽക്കുന്ന, NDAയിൽ മുന്നണിയിൽ നിൽക്കുന്ന ഘടകകക്ഷികൾ പോലും, JDയുടെ MP പോലും അതിനുശേഷം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. പാർലമെൻറ്റിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. ഇതുവരെ BJPയുടെ ഒപ്പം നിന്നിരുന്ന ഒഡീഷയിലെ BDS പോലുള്ള പാർട്ടികൾ, അവർ പോലും BJPക്കെതിരെ വോട്ട് ചെയ്തു. അങ്ങനെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് മാറി പ്രതിപക്ഷത്തോടൊപ്പം വരുന്ന BJP വിരുദ്ധമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുമ്പോഴാണ് ഏറ്റവും നിർണായകമായ 20 കോടിയിലധികം വരുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത പ്രശ്നത്തിൽ, അടിസ്ഥാന വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാതെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതി നടക്കുന്ന കേസ് കോൺഗ്രസ് കക്ഷി ചേർന്നിട്ടില്ല, CPI കക്ഷി ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാൻ കഴിയും, മുസ്ലിം ലീഗ് കക്ഷി ചേർന്നിട്ടുണ്ട്, 13 രാഷ്ട്രീയ പാർട്ടികൾ കക്ഷി ചേർന്നിട്ടുണ്ട്. കോൺഗ്രസ് എന്തുകൊണ്ട് നിയമപരമായ പോരാട്ടത്തിന് തയ്യാറാകുന്നില്ല? എന്താണ് വഖഫ് വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെ നിലപാട്? ഒരുപക്ഷെ നിലമ്പൂരിൽ വന്ന ഒരു നിലപാട് പറയും, ഡൽഹിയിൽ പോയാൽ നിലപാട് പറയില്ല. നിലപാടില്ലായ്മയാണ് കോൺഗ്രസിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിണറായി സർക്കാർ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും LDFന്റെ മണ്ഡലങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റായ നിലമ്പൂരും നിലനിർത്തും. PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ലെന്നും MP പറഞ്ഞു. മാത്രം കേരളത്തിലെ കോൺഗ്രസ് തകർന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയമായി സംഘടനാപരമായി അവരുടെ അടിത്തറ തകർന്നു എന്നുള്ളതും, എത്രമാത്രം സ്വയം ആത്മവിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറി എന്നുള്ളതുമാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്ന ഇത്ര നാണംകെട്ട നിലപാടുകൾ. സ്വയം തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ട് പരിഹാസനായി പൊതുസമൂഹത്തിന് മുമ്പിൽ മാറിക്കഴിഞ്ഞ അൻവറിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രംഗം നമ്മുടെ മുമ്പിലുണ്ട്. ഏതാണ്ട് 2-3 മാസമായിട്ടുള്ളൂ. ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ ഈ നിലമ്പൂരിൽ ഒരാൾ പോലും രംഗത്തിറങ്ങാത്ത ഒരാളെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയിക്കും, അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് പ്രവർത്തന പരിപാടി തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് സ്വതവേ തകർന്നുപോയ, സ്വതവേ ദുർബല, അതിലൂടെ ഗർഭിണി എന്ന അവസ്ഥയിലേക്ക് സ്വതവേ തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ UDFൻ്റെ തകർച്ച, അതിൻ്റെ ആ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന, അതിൻ്റെ പതനം പൂർത്തീകരിക്കുന്ന ഒരു രാസത്വരകമായി ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അൻവറിൻ്റെ സാന്നിധ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ ദുർബലപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമായി ഞങ്ങൾ കണക്കാക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഈ രണ്ടാം പിണറായി സർക്കാരിന് ശേഷം വന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയിട്ടുണ്ട്, അതാത് മുന്നണി. അപ്പോൾ LDFന്റെ സിറ്റിംഗ് സീറ്റാണ് നിലവിൽ, അതിന് മാറ്റം തീർച്ചയായും ഈ സിറ്റിംഗ് സീറ്റും വലിയ ഭൂരിപക്ഷത്തോടു കൂടി നിലനിർത്താനും സാധിക്കും തന്നെയാണ് LDF കണക്കാക്കുന്നത്. അതിനനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. തീർച്ചയായും അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 2 തവണ ജയിച്ച ഈ സീറ്റ് മൂന്നാമതും LDF തന്നെ വിജയിക്കുമെന്ന ഉറച്ച ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമ്പോൾ ഏറെ സൂക്ഷ്മത വേണമെന്ന നിർദ്ദേശം മാത്രമേ CPI മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. നിലമ്പൂരിൽ LDFന്റെ വിജയം മികച്ച ഭൂരിപക്ഷത്തിലായിരിക്കുമെന്നും PP സുനീർ MP പറഞ്ഞു.
ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.